ബുധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ്. ഒരു സങ്കട സമയത്ത്, പ്രതിസന്ധി സമയത്ത് ഞാൻ മാതാവിൻ്റെ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ വിഷമം, ചില കാര്യങ്ങൾക്ക്, ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ എനിക്കുണ്ടായിരുന്നു. ആത്മീയ മേഖലയല്ല, ആ മേഖലയിൽ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ, പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യങ്ങൾ, അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ 5 പുസ്തകങ്ങളെ പറ്റി പ്രസിദ്ധീകരിച്ചാണ്. ഈ വർഷം ആകുമ്പോൾ 24 വലിയ പുരോഗമനം ആ മേഖലയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാമല്ലോ. എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല, എഴുതാൻ പറ്റണില്ല, സമയം ഒക്കണില്ല. അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യം മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അപ്പോൾ അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയും ദൈവം ഇതുപോലെ പരിഹരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം. സക്രിയയുടെ പ്രവചനങ്ങൾ 1:17. വീണ്ടും വിളിച്ചു പറയുക, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം ദൈവം ഒരു വാക്ക് പറയുമ്പോൾ അത് വാക്കിൻ്റെ ദാനമാണത്. അതിനെ നമ്മൾ വിളിക്കുന്നത്, ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും. കാര്യം അത് പറയണത് ദൈവമാണ്. ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം അതീതനായതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ്. വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയണത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ, നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അതുപോലെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം പുനരുജ്ജീവിപ്പിക്കട്ടെ. പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ള, ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങൾ ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക. ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങൾ വീണ്ടും വിളിച്ചു പറയുക. എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കുന്നു. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കുന്നു. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറുവാർന്ന് വലതുകരം, ആണിപ്പുറാർന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്തെ മക്കളെ ആശീർവദിക്കണമേ. രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ
നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ ഇടപെടുന്ന വിഷയങ്ങളിലെ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് വരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായ ഇടപെടൽ കൊണ്ട് അതിൻ്റെ തടസ്സം നീങ്ങിപ്പോട്ട് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിടത്തൊഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളെ കർത്താവ് രക്തം നിറയട്ടെ. മാംസപേശികളെ കർത്താവ് രക്തം തളിക്കപ്പെടട്ടെ. രക്തഞരമ്പുകളെ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ. ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാൽ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി 14-ാം തീയതിയായ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴിയാത്രകൾ, സംസാരങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ചെന്നെത്തുന്ന ഓഫീസുകൾ, നിങ്ങളുടെ ജോലികൾ, ഉദ്യമങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട്, പീഡിതരുണ്ട്. ഗർഭസ്ഥ ശിശുക്കൾക്ക് കർത്താവ് ശ്വാസകോശങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഗർഭിണികൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായി കർത്താവിന് ദൃശ്യത്തിൽ എത്തിച്ചത് നന്ദി പറയാൻ ഇടയാക്കണമേ. കർത്താവ് വസ്തു വിൽപ്പനക്കാരുണ്ട്, അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുള്ള മക്കൾ, എല്ലാവരുടെയും തടസ്സങ്ങൾ, പേടികൾ, ഭയങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെ. കടം കിട്ടാനുള്ളവർ, കൊടുക്കാനുള്ളവർ കർത്താവ് അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല, കളങ്കമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനും ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മായ സർവ്വസ്ഥരെ നീക്കുവാമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ ഇരിക്കുക. ഓൺലൈനിൽ ധ്യാനം കൂടുന്നവരെ മൊബൈൽ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്വസ്ഥമായിരുന്ന് കൂടണം. ഇതിൻ്റെ പൂർണ്ണ സമയവും ധ്യാനത്തിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെയും അധരങ്ങളെയും കർണപ്പുടങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 തരം ഫീലിങ്സ്, ക്യാപിറ്റൽ ഫീലിങ്സ് ദൈവത്തിൽ നിന്ന് ലഭിക്കും. 2 തരം ഫീലിങ്സ് കിട്ടും. ഞാൻ ക്യാപിറ്റൽ ഫീലിങ്സാണ് പറഞ്ഞത്. അതായത് ഏറ്റവും തലപ്പെട്ടായിട്ടുള്ള ചില വികാരങ്ങൾ, അനുഭവങ്ങൾ. അതിലൊന്ന് ടോട്ടൽ ഇൻഡിഫറൻസാണ്, ടോട്ടൽ ഇൻഡിഫറൻസ്. രണ്ടാമത്തത് ടൈറ്റ് ഇൻറ്റിമസി. ഇത് രണ്ടും നമുക്ക് ദൈവാനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന 2 സ്നേഹബന്ധത്തിൻ്റെ 2 നല്ല റെലംസാണ്. ദ റെലംസ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദ റെലംസ് ഓഫ് റിലേഷൻസ്, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ 2 തട്ടുകളാണ്, 2 ഫീലിങ്സാണ്. ഒന്ന് ടോട്ടൽ ഇൻഡിഫറൻസ്, രണ്ടാമത്തത് ടൈറ്റ് ഇൻറ്റിമസി. ഈ ടൈറ്റ് ഇൻറ്റിമസി നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആത്മബന്ധത്തോടു കൂടിയുള്ള ദൈവത്തോടുള്ള അടുപ്പം, ടൈറ്റ് ഇൻറ്റിമസി. അത് കുറേ അധികം അനുഭവങ്ങൾ നമുക്ക് എക്സാമ്പിൾ ബൈബിളിലുണ്ട്. പക്ഷേ അപകടം ടോട്ടൽ ഇൻഡിഫറൻസാണ്. ഇൻഡിഫറൻസ് നമുക്കറിയാമല്ലോ, വിപ്രതിപത്തി. അതായത് നമുക്ക് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും, അപ്പം നിങ്ങൾ തോന്നും ഇതൊക്കെ ചിലക്ക് തോന്നും ഇതെല്ലാം ഇങ്ങനെ വളരെ ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടുള്ള ആൾക്കാരിലാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ കാണുന്നത് എന്നല്ല. ഞാനിപ്പോൾ ഒരു 10-21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. 21 ലക്ഷം, 10-30 കൊല്ലത്തിനുള്ളിൽ 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ടോട്ടൽ ഇൻറ്റിമസി, അതായത് ടോട്ടൽ ഇൻഡിഫറൻസ്.
ദൈവത്തിന് നമ്മൾ ഒത്തിരിയേറെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ? ദൈവത്തെ കരുതിയാണ് നമ്മുടെ കരുനീക്കങ്ങളെല്ലാം. ഓരോ മൂമെൻ്റ് നടത്തുമ്പോഴും കർത്താവിനെ മുൻനിർത്തിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇനി നമ്മുടെ ടെമ്പർമെൻറ്റ് പോലും നമുക്ക് അല്പം തെറ്റിക്കഴിഞ്ഞാൽ ടെമ്പർമെൻറ്റ് തെറ്റിക്കാണും, പക്ഷേ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ടെമ്പർമെൻറ്റ് ആ സമയത്ത് അങ്ങനെയായിപ്പോയി, സോ പാഡൻ വിത്ത് മീ, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ഉണ്ടെങ്കിലും അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തിനെ കണ്ടും കരുതിയുമാണ് നമ്മൾ മുന്നോട്ട് പോണത് എങ്കിലും സംടൈംസ് വി മേ ഫെൽറ്റ് ടോട്ടൽ ഇൻഡിഫറൻസ്. ചില സമയത്ത് നമുക്ക് ദൈവത്തിന് നമ്മളെ വേണ്ടാത്തതുപോലെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും. ഇതിൻ്റെ വരുന്നൊരു വിഷയമാണ്. ദൈവത്തിൻ്റെ ഒരു അവോയ്ഡിങ് ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദൈവത്തിനോട് അധികം മുൻപരിചയവും പ്രീഹിസ്റ്ററിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അവർ നിരീശ്വരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ദൈവമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഇടപാടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ടോട്ടൽ ഇൻഡിഫറൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ തള്ളിക്കളയണത് തോന്നുമ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ ചാൻസ് ടു ബിക്കം എൻ എത്തീസ്റ്റ്, ഒരു നിരീശ്വരവാദിയാകാനുള്ള സ്വാഭാവികമായ ചാൻസ് ഉണ്ട്. അത് ഈ ഇൻഡിഫറൻസിൽ നിന്ന് വരണതാണ്, വിപ്രതിപത്തിൽ നിന്നുണ്ടാകണം. അതായത് പക്ഷേ ഇത് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നവിറ്റബിൾ ഈബിളാണ്. വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തിന്മയെന്ന് പറയും. ഇപ്പം ക്യാൻസർ വന്നു, കൈ മുഴുവനും പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടൽ പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞ്, കുടലിൽ ക്യാൻസർ വന്ന് കുറച്ച് ഭാഗം ഡോക്ടർ പറഞ്ഞ് അത് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത്രയും ഭാഗം കുടലിൽ റിമൂവ് ചെയ്ത് കളയും. അതിന് നമ്മൾ ഇന്നെവിറ്റബിൾ ഈവിൾ എന്നാണ് പറയണത്. ചില അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടൽ ആൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം വെട്ടിക്കളയുക. ഇതുപോലെ ദൈവത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങളാണ് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇൻഡിഫറൻസ് കാണിക്കണത്. ഞാനെന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ കാര്യം, നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ കരുതലുള്ളവരായിരിക്കണം. കാരണം ഉടമ്പടി ചെയ്ത് ഉടമ്പടി പ്രകാരം ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായി ഇങ്ങനൊരു കാലാവസ്ഥയിലൂടെ പോകാനുള്ള ചാൻസ് 10%, 100%. കാര്യം കുറേ കാലങ്ങൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായത് 6 കാര്യം അവിടെ വെച്ചു, അവർ 6 കാര്യങ്ങളും നടന്നു. അതൊരു ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യം ഭയങ്കര രസമാണ്. ഓൺലൈൻ ഉടമ്പടിയുടെ സംരക്ഷണം, ഉടമ്പടി ആകുമ്പോൾ ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണത്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്. അപ്പോൾ പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ആദ്യത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, സംരക്ഷണം. അപ്പോൾ അവരുടെ വീട്ടിൽ ഇടിവെട്ടി, ഇന്നലെ ആ സാക്ഷി കിടക്കുന്നുണ്ട്, ഇടിവെട്ടിയാണ്. ഇടിവെട്ടിയിട്ട് അവരുടെ അപ്പൻ തെറിച്ചു പോയി പുറകിലേക്ക്. പക്ഷേ നത്തിങ് ഹാപ്പൻ ദറ്റ് ഹോം. ആ വീടിനൊന്നും സംഭവിച്ചില്ല, ആളിനൊന്നും സംഭവിച്ചില്ല. ദാറ്റ്സ് എ പ്രൊട്ടക്ഷൻ. നമ്മൾ ഭംഗിവാക്കൊക്കെ പറയത്തില്ല അലങ്കാരികമായിട്ട്, അമ്മയുടെ നീല മേലങ്കിയാൽ എന്നെ സംരക്ഷിക്കും. ദാറ്റ്സ് കറക്റ്റ്, അത് കറക്റ്റാണ്. അമ്മയുടെ നീല മേലങ്കി കൊണ്ട് പൊതിയും. ഏത് ഇടിവെട്ടും പിടിക്കുന്നതാണ് അമ്മയുടെ മേലങ്കിയുടെ പ്രത്യേകത. നിനക്കെതിരെ വരുന്ന ഏത് ഇടിവെട്ടുകളും അമ്മ പിടിച്ചിരിക്കും. പിന്നെ അത് നീ സാധിച്ചെടുക്കേണ്ടത് ഇൻറ്റിമസിയിലൂടെയാണ്. ദൈവത്തോട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉടമ്പടി ബന്ധമുണ്ടെങ്കിലും ദാറ്റ്സ് കോൾഡ് ടു ഇൻറ്റിമസി. ആ ഉടമ്പടി ബന്ധം എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു കരാറായിട്ടുള്ളൊരു ബിസിനസ് ജീവിതമല്ലത്. ഇറ്റ്സ് എ കോൾഡ് ടു ഇൻറ്റിമസി. അത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മബന്ധങ്ങളിലേക്കുള്ള ഒരു ദൈവവിളിയാണത്. ആത്മബന്ധത്തിലേക്കുള്ള ഒരു ദൈവവിളിയാണത്. നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴേ നമ്മളെ ഗലാത്യ ലേഖനമില്ലേ, ഇപ്പോൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഗലാത്യർ 5:4 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തീർത്ഥാടന ഉടമ്പടി ചെയ്ത മക്കളെ സമർപ്പിക്കുന്നു, ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെ കെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരുടെ നിയോഗങ്ങൾ കെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷകീന ടിവിയിലൂടെ കർത്താവേ സുത്രയിൽ പങ്കുചേരുന്നവരെ
സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധവിധാനിലൂടെ പങ്കെടുക്കുന്നവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നമ്മൾ കണ്ട പറഞ്ഞ വചനം ഗലാത്യർ 5:4. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇൻറ്റിമസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആത്മബന്ധത്തെക്കുറിച്ചാണ്. നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്, അച്ഛാ 25 കൊല്ലമായി ഒരു ലാൻഡ് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒരു സാക്ഷി ആ 25 കൊല്ലമായി അവസാനം ഉടമ്പടി വെച്ചപ്പോൾ ഞങ്ങളത് വെക്കാൻ മറന്നുപോയെന്ന്. ആ ഒരു വിഷയം കാര്യം എന്താ, 25 കൊല്ലം ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കാര്യം ഞങ്ങളത് ഉപേക്ഷിച്ച് കളഞ്ഞെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഓർമ്മയും തന്നെ അത് പോയി. ജീവിതത്തിൻ്റെ ഏറ്റവും ഗുരുതരമായൊരു വിഷയമാണ്. അവർ ആ ചാപ്റ്റർ ഇപ്പം മുങ്ങിപ്പോയ കപ്പലിനെ ഉപേക്ഷിച്ച് കളഞ്ഞ ആൾക്കാർ, കാര്യം അത് കിട്ടിയിട്ടും കാര്യമില്ല എന്നാക്കി. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ചില അതുപോലെ ഉപേക്ഷിച്ച് പോയ ഒരു കപ്പൽ പോലെയാണ് ഈ ലാൻഡ് പുരയിടം. അതിപ്പോൾ പ്രാർത്ഥനയുടെ വിഷയം പോലും അല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലും വരും ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് അവസാനം നമ്മൾക്കത് പ്രാർത്ഥിക്കേണ്ട വിഷയം ആ പട്ടികയിൽ നിന്ന് അതിനെ എടുത്ത് മാറ്റി. എന്ത് ട്രാജഡിയാണെന്ന് നോക്കിയേ. ഈ വിഷയം ദൈവത്തിന് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിൻ്റെ അവബോധ മനസ്സ് പറയുമ്പോഴാണ് ആ വിഷയം നീ പ്രാർത്ഥിക്കണ പട്ടികയിൽ നിന്ന് എടുത്ത് മാറ്റണത്. ദൈവത്തിലെ ചില സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പട്ടികയിൽ നിന്ന് എടുത്ത് മാറ്റിയ വിഷയങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്ന ഒരു കാലമാകാം. 10-14 കൊല്ലമായിരിക്കും കാണും ചിലപ്പോൾ അവരകന്ന് ജീവിക്കണത്. ചിലപ്പോൾ നിനക്ക് മക്കളില്ലാത്ത അവസ്ഥയാകാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായത് വാടക വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്. 20 വർഷമായിട്ട് അവർ വാടക വീട്ടിലാണ്. വാടക വീടിൻ്റെ ദുരിതത്തിലാണ് അവർ. പക്ഷേ ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒറ്റ വർഷം കൊണ്ടാണ് അവർ വീട് വെക്കുന്നത്, സ്ഥലം വാങ്ങി വീട് വെക്കുന്നത്. അപ്പോൾ എത്ര ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതുപോലെ നടക്കും. പക്ഷേ എപ്പോഴും നാം വിചാരിക്കുന്നത് ആ വിൽക്കാൻ പറ്റാത്ത സ്ഥലമില്ലേ, ആ വിൽക്കാൻ പറ്റാത്ത സ്ഥലം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ കർത്താവേ ദൈവമേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഈശോയുടെ സാന്നിധ്യം പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ 25 വർഷമായിട്ട് അവർ പ്രാർത്ഥിച്ച അവസാനം പ്രാർത്ഥനയുടെ പട്ടികയിൽ നിന്ന് മാറ്റിയ വിഷയമാണ്. ഉടമ്പടി പോലും അത് വെക്കാൻ ഒത്തല്ല, മറന്നുപോയി. കാര്യം അത് വർഷങ്ങളായിട്ട് പട്ടികയിൽ നിന്ന് മാറ്റിയതാണ്. പക്ഷേ പരിശുദ്ധമ്മ ആ വിഷയം ഏറ്റെടുത്ത്, ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറഞ്ഞതാ. പരിശുദ്ധമ്മ ആ വിഷയം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 6 മാസത്തിലുള്ള ലാൻഡ് വിറ്റ് മാറി. 6 മാസമല്ല, സാക്ഷ്യം കേട്ടപ്പോൾ അതൊക്കെ മുമ്പ് തന്നെ എടുത്ത് മാറ്റിയാവത്. ഞാൻ എന്താ ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ പറയാനല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ഈ അത്ഭുതങ്ങളുടെ അപ്പുറത്ത് ഇത്രയൊക്കെ ദൈവം തിരുസന്നിധിയിലെ അടയാളങ്ങൾ കാണുമ്പോൾ
ഇതെല്ലാം ക്വാളിറ്റി ഇൻറ്റിമസിയാണ്. കാര്യം ചില ആൾക്കാർ വിചാരിക്കുന്നത് അത്ഭുതങ്ങൾ നടന്നു, നമ്മൾ സാക്ഷ്യം പറഞ്ഞു, അപ്പോൾ ദൈവമായിട്ടുള്ള ആ വിഷയം കഴിഞ്ഞുവെന്നാണ്. അതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങളുടെ ദുരന്തങ്ങൾ, ആത്മീയ ദുരന്താവസ്ഥ തുടങ്ങാൻ സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഈ അടയാളങ്ങൾ കണ്ട് അനുഭവിച്ച് അതിൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ബന്ധം തീർന്നെന്നാണ്. അത് അങ്ങനെയാണ് നിങ്ങൾ ഓർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം തീർന്ന കാര്യം എന്താ? നിങ്ങളെ കപ്പ, കഞ്ഞി, വിവാഹം, കുഞ്ഞുങ്ങൾ, വീട്, ഇങ്ങനെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നശിച്ചു പോണ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവവുമായിട്ട് ഇടപെട്ടത്. ഇനി ദൈവം ഉദ്ദേശിക്കുന്നത് നശിച്ചു പോകാത്ത കാര്യങ്ങൾക്കാണ്. അതാരാ? നശിച്ചു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. എന്താണത്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ, അതാണ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നത്, ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എന്നും നിലനിൽക്കുന്നത് ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഓരോ ആനുകൂല്യങ്ങൾ, നശിച്ചു പോകുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നശിച്ചു പോകാത്ത എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധമാണ് ദൈവം ഉദ്ദേശിക്കുന്ന ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗലാത്യർ 5:4 വായിക്കുന്നത്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിയമങ്ങൾ നമ്മളെ രക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിയമങ്ങൾ പാലിച്ച്, ഉടമ്പടിയിൽ നമ്മൾ നിയമങ്ങൾ പാലിക്കണമല്ലോ. ഉടമ്പടിയിൽ എന്താണ്? ദൈവത്തിൻ്റെ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നു. അപ്പോൾ നിബന്ധനകൾ പാലിക്കുന്നതിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നും നമ്മൾ അതിൽ ആശ്രയം വെച്ചാൽ എന്താ സംഭവിക്കണത്? നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതിയെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഭൗതിക ആനുകൂല്യങ്ങൾ, അനുഭവങ്ങൾ, അതിശയങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഈ അടയാളങ്ങൾക്ക് ശേഷം അതിലൂടെ നമ്മൾ ക്രിസ്തുവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ് ദൈവം നിങ്ങളെ ഉടമ്പടിയിലൂടെ ക്ഷണിക്കുന്നത്. കാരണം എന്താണ്? ക്രിസ്തുവിന് പകരക്കാരനില്ലാത്തതാണ് കാരണം. ഇൻറ്റിമസി എങ്ങനെയാണ് ഉണ്ടാകണത്? ഇൻറ്റിമസി ഉണ്ടാവുന്നത് ക്രിസ്തുവിന് പകരക്കാരനില്ലാത്തപ്പോഴാണ് ഇൻറ്റിമസി ഉണ്ടാകുന്നത്. നമ്മൾ കർത്താവിന് പകരം ആരുമില്ല എന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നിടത്ത് വെച്ചാണ് നമ്മൾ യേശുവിനെ കർത്താവെന്ന് തന്നെ വിളിക്കണത്. യേശുവിനെ കർത്താവെന്ന് വിളിക്കണത് എന്തുകൊണ്ടാണ്? അതിനർത്ഥം അവന് പകരക്കാരനില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. അല്ല, അവൻ ദൈവമായത് കൊണ്ടല്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കാൻ കാരണം എന്താ? അവന് പകരക്കാരനില്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിന് പകരക്കാരനില്ല എന്ന് നീ എന്ന് വിശ്വസിക്കുന്നു, അന്ന് അവൻ നിനക്ക് കർത്താവാകും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അതായത് ഇപ്പോൾ നമ്മുടെ എസെക്കിയലില്ലേ, എസെക്കിയൽ 14:14 അതിമനോഹരമായൊരു വചനം ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു വചനമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ലോകമാസങ്ങളെ വിരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എസെക്കിയൽ 14:14 നോഹ, ദാനിയേൽ, ജോബ്. ആൾക്കാരൊക്കെ മനസ്സിലായല്ലേ? നോഹ പഴയ നിയമത്തിലെ ദൈവപുരുഷന്മാരായിരുന്നു, ദീപ്തരായ. ആരാണ്? നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി
അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. നമ്മളെ നീതീകരിക്കുന്നത് ആരാണ്? ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. പ്രവാചകന്മാരും മോസസും അങ്ങനെ ഒത്തിരി പേര് വലിയ മനുഷ്യരുണ്ടായിരുന്നു. അവരൊന്നും കർത്താവല്ലായിരുന്നു. അതാണ് ക്രിസ്തുവിന് പകരമില്ലെന്ന് പറയാൻ കാരണം. അതാണ് നോഹ, എസെക്കിയേൽ 14:14, നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിലും തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അവർ നീതിപൂർവ്വം ജീവിച്ച കാരണം ദൈവം അവരെ രക്ഷപ്പെടുത്തും. പക്ഷെ ആ ജനത രക്ഷപ്പെടത്തില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അടുത്ത വചനം അതിനേക്കാൾ രസമാണ്. എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അതിന് പകരം ആരും ഇല്ല. ആരുടെ സാക്ഷ്യപ്രവർത്തനങ്ങളും അതിൻ്റെ പകരമാകുന്നില്ല. ഇതുകൊണ്ടാണ് യഹൂദ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ രക്ഷിക്കപ്പെടാത്ത ജനമായി നിലനിൽക്കും. അവർക്ക് പ്രവാചകന്മാരുണ്ട്, അവരിലാണ് അവർ ആശ്രയിക്കുന്നത്. ശരിക്കും നമ്മൾ ചില സമയത്ത് നീതിയിലെ നിബന്ധനകളിൽ ആശ്രയിക്കും. ഉടമ്പടി പോലെയുള്ള നിബന്ധനകളിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് നമുക്ക് തോന്നും. കാര്യം മാതാപിതാക്കന്മാരെ സ്നേഹിച്ചു, അല്ലേ? രോഗികളെ സന്ദർശിച്ചു, നമ്മൾ ദശാംശം നൽകി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നൽകി ചെയ്തു, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്തു, അങ്ങനെ നിബന്ധനകൾ. അപ്പം നിബന്ധനകൾ നിറവേറ്റി കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് വലിയ ഉന്നതമായ ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ നിബന്ധനകളല്ല. അപ്പുറത്ത് ഇതെല്ലാം ഒരു കൈച്ചൂണ്ടിയാണ്. എന്തിലേക്കുള്ളത് കൈച്ചൂണ്ടിയാണ്? 4:5-4 ഗലാത്യർ 5:4. എന്താ? നിയമത്തിലാണ്, നിബന്ധനകളിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സൽപ്രവർത്തികളിലാണ്, അല്ലെങ്കിൽ ഉപവിപ്രവർത്തനങ്ങളിലാണ്, അല്ലെങ്കിൽ ദാനധർമ്മങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കണതെങ്കിൽ, അതിൽ മാത്രമാണെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വിച്ഛേദിക്കപ്പെടും. എപ്പോഴും വരണത് ഈ ഇൻറ്റിമസി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. നമ്മുടെ നിബന്ധനകളും അതുപോലെ തന്നെ ഉടമ്പടിയും എല്ലാം ക്രിസ്തുവിനോട് ഉള്ള ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ അതുപോലെ തന്നെ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം അടിസ്ഥാനപരമായി നിന്നോടുള്ള അടുപ്പവും ആത്മബന്ധവും വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം അവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ ബന്ധത്തെ ബലവൽക്കരിക്കണമേ. അവരെഴുതിയ എല്ലാ നിയോഗങ്ങളുടെ മേലും മധ്യസ്ഥയാകണമേ. കാരണത്തിന് ശക്തമായി ശ്രദ്ധിക്കട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിസ്ഥിരതയില്ലാത്തവരെ കർത്താവേ, പരീക്ഷാഫലം പ്രത്യേകിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഉടമ്പടി നിബന്ധന പ്രകാരം നമ്മൾ നടത്തുന്ന ഉപവിപ്രവർത്തനങ്ങൾ, രോഗികളെ സന്ദർശിക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ. ഈ സൽപ്രവർത്തികളെക്കുറിച്ച് ഇത് ക്വാളിറ്റി ഇൻറ്റിമസിയാണ്. അതായത് ആത്മബന്ധത്തിലേക്ക്, ക്രിസ്തുവിനോടുള്ള ആത്മബന്ധത്തിലേക്കുള്ള വളർച്ചയാണ്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു,
കർത്താവ് ഈ മാസം മുഴുവൻ സംസാരിച്ചിട്ടുള്ള ദൈവവചനങ്ങൾ, വെളിപ്പെട്ടിട്ടുള്ള ദൈവവചനങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ദൈവജനം ഈ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ദൈവ അനുഭവ അതിശയ സാക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന കൃപാസനം പത്രം. അതിലെന്താണ്? ദ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ വചനങ്ങളും പ്രവൃത്തികളുമാണുള്ളത് ഈ മാസം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള. ഇത് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് ജീസസ്. നമ്മളെന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക. സുവിശേഷം അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. അതാണ് കൃപാസനം പത്രത്തെ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ച കാര്യം. അതാണ് എന്താണ്? അത് വെന്തവചനമാണ്. വെന്തവചനം, അതായത് ഇപ്പോൾ എന്ത് അരി എന്ന് പറയുമ്പോൾ ചോറാണത്, അപ്പോൾ കഴിക്കാൻ പറ്റും. ഇതുപോലെ വചനം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ജീവിത സാഹചര്യത്തിന് അപേക്ഷണീയമായിട്ട് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഭക്ഷ്യമായി മാറും. എല്ലാവരും കഴിക്കാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാകും. ആ വചനം എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഈ പ്രാർത്ഥന, ഈ പത്രം നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ മക്കളുടെ കുടുംബങ്ങളിലൊക്കെ എല്ലാം കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴേ, ഞങ്ങളെ കൊറോണ വിമുക്തമാക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ടും അവ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംഭവം എല്ലാം തരണത്, പ്രാർത്ഥിച്ച് വളരെ. അപ്പം നിങ്ങളതുപോലെ കൃത്യമായിട്ടത് ഉപയോഗിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇന്നും ചെയ്യുന്ന ആൾക്കാർ, മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി കൃത്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പുതുക്കി, ഒറ്റയും പെട്ടയുമായിട്ടൊക്കെ വന്ന് പുതുക്കിപ്പോയി കൃത്യമായി ഉടമ്പടി കാത്തു പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അറിയാൻ വേണ്ടി ഒരു വചനം ഞാനിപ്പോൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ് നിങ്ങളെ. കാരണം ഈ വചനങ്ങളുടെയും സൽപ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും എല്ലാം ലക്ഷ്യം എന്താണ്? ഇതെല്ലാം മാർഗ്ഗമാണ്. നമ്മൾ രോഗികളെ സന്ദർശിക്കുന്ന ഒരു മാർഗ്ഗമാണ്. നമ്മളെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിനെ അറിയിക്കുന്ന രീതിയിൽ സുവിശേഷം നൽകുന്നത് ഒരു മാർഗ്ഗമാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ക്രിസ്തുവാണ്. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള ഇൻറ്റിമസിയാണ്. അതാണ് ഹെബ്രായർ 6:10. ഹെബ്രായർ 6:10 വചനം. നിങ്ങളുടെ പ്രവൃത്തികളും, ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട്, ദാറ്റ്സ് എ പോയിന്റ്. ശുശ്രൂഷ വഴി നമ്മൾ എന്താ ചെയ്യണത്? തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. ഇപ്പം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സൽപ്രവൃത്തികളും എല്ലാം എന്താണ്? ബേസിക്കായിട്ട് ആ പ്രവൃത്തി തന്നെ ലക്ഷ്യമില്ല, അത് മാർഗമാണ്. നമ്മൾ ആ പത്രം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മറ്റു മക്കൾ കർത്താവിനെ അറിയണമെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മനുഷ്യന് വേദന കൊണ്ട് പുളയുകയാണ്, മരുന്ന് കൊടുത്തിട്ട് പോലും വേദനയുണ്ടെങ്കിലും ചില പ്രേക്ഷിതർ ചെന്നിട്ട് ഉടമ്പടിയിൽ ആഴമായ ഉടമ്പടി മിനിസ്ട്രീസ് ഉണ്ട്. അവർക്കറിയാം, അവർ ആ ഉടമ്പടി തൈലമൊക്കെ തൊട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദിമസഭയിൽ എന്നതുപോലെ ആൾക്കാർക്ക് അടയാളം അനുഭവവും ആശ്വാസവും അനുഭവവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർ ചെയ്യണത്? ആ സൽപ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? അവരവിടുത്തെ നാമത്വം, അതാണ് ഹെബ്രായർ 6:10 പറയണത്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതരല്ലല്ലോ ദൈവം. അപ്പം ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്താണത്? അവിടുത്തെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ്. അതാണ് ലക്ഷ്യം അതിൻ്റെ, അവിടുത്തെ നാമത്തോട്. അപ്പം ഇത് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഈ വിഷയം. അത് കോൾ ടു ഇൻറ്റിമസിയാണ്. അവിടുത്തെ ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ് നമ്മളെ. പക്ഷെ ആ ഒരു ബോധത്തിലാണ് നിങ്ങൾ ഈ സൽപ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കർത്താവുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും, ക്രിസ്തുവുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും. ക്രിസ്തുവിൻ്റെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധ്യതയാണ് എന്താണ്? കർത്താവിൻ്റെ ആത്മബന്ധം അനുഭവിക്കാനുള്ള ദൈവവിളി. ദൈവമായിട്ട് നമുക്കുള്ളൊരു ബന്ധം, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ലളിതമായ സാധ്യതയാണ്. നോട്ട് സോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ അല്ല, ഒരു ലളിതമായ സാധ്യത. ഒരു വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ്റെ നാമത്തോട് ആ വ്യക്തി ആത്മബന്ധത്തിലാകുകയാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയോട് ആത്മബന്ധത്തിൽ ആയിരിക്കുവാൻ എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പലരും ശ്രദ്ധിക്കേണ്ടത്, അയ്യോ കൊറോണ അല്ലേ, എവിടെ കൊണ്ടേ കൊടുക്കാനാണ്, എന്നാ ചെയ്യാനാണ് എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇതിനുള്ളിൽ കുറേ കള്ളന്മാരുണ്ട്. ഇപ്പോൾ എന്ത് കള്ളന്മാരാണ്? എന്ത് കൊറോണ ആയാലും എൻ്റെ കർത്താവിനേക്കാൾ വലുതല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ വന്നാൽ ക്യാൻസർ രോഗികളാണെന്ന് കണ്ടാൽ ഞാൻ തല കൈവച്ച് പ്രാർത്ഥിക്കും. എന്താ കാര്യം? പക്ഷേ അത് കറക്റ്റായിരിക്കണം, അവർ ഉടമ്പടി എടുത്തവരായിരിക്കണം, അല്ലെങ്കിൽ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ കുടുംബങ്ങളിൽ നിന്ന് വരണമായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഓളോണേ സടം വന്നാൽ ചില പ്രാർത്ഥനയിൽ വരും. കാര്യം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കണം വ്യക്തികൾ. അല്ലാതെ ഇരുട്ടുകൊണ്ട് വിട്ടടക്കാനോ അത്യാഹിതം വന്നപ്പോൾ കർത്താവിനെ ആശ്രയിച്ചു അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല, മുമ്പത്തേക്കാൾ ലോകത്താനായി ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. ആരും ഒന്നും പരിഭവപ്പെട്ട് കാര്യമില്ല. എൻ്റെ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമാണ്. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദൈവസ്നേഹവും അതിൻ്റെ പേരിലുണ്ടാകുന്ന മനുഷ്യസ്നേഹവും ഒക്കെ ഉണ്ട്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ക്രിസ്തുവിനെ വേണ്ടാത്തവരെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൈമറി കൺസേണിൽ വരുന്നില്ല ഒരിക്കലും. സെക്കൻഡറി ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. എൻ്റെ പ്രൈമറി പ്രാഥമികമായ പരിഗണനയിൽ ക്രിസ്തുവിനെ വേണ്ടാത്തവർ വരുന്നില്ല. അതെന്താ കാര്യം? അത് ശുശ്രൂഷയുടെ ഒരു ആധികാരികതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധ അമ്മ വഴി ക്രിസ്തുവിനെ എന്നെ അമ്മ പരിചയപ്പെടുത്തും, അതോടുകൂടി ഞാൻ ക്രിസ്തുവുമായി ആഴമായ ബന്ധത്തിലാകും. അപ്പം ഇപ്പം മാത്രമല്ല, നിത്യത വരെ അവൻ തന്നെയായിരിക്കും എൻ്റെ കർത്താവ്. തോമസ് ശ്ലീഹായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം വെച്ചാൽ തോമസ് ശ്ലീഹായ്ക്ക് ഈ ഇൻഡിഫറൻസും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇൻറ്റിമസിയും ഫീൽ ചെയ്തിട്ടുണ്ട്. തോമസ് ശ്ലീഹായുടെ ജീവിതമാണ് അപ്പോസ്തലന്മാരിൽ വെച്ച് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതായത് ഒരേ സമയം തന്നെ തോമസ് ശ്ലീഹ ഇൻഡിഫറൻസ് അനുഭവിച്ച ആളാണ്. ഇപ്പോൾ നമ്മൾ 20:28 വായിക്കത്തില്ലേ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20:28. അതായത് ഈശോ പല പ്രാവശ്യം അവിടെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ സന്ദർശിക്കാൻ വരുന്നുണ്ട്. എന്ത് ഡിഫറൻ്റായി തോമസിനോട് കാണിക്കണത്? അതായത് എത്രയോ പ്രാവശ്യം സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശുദ്ധ തോമസ് ശ്ലീഹായിൽ നിറഞ്ഞ അതേ ദൈവാനുഭവം ദിവസേകവും കർത്താവേ അങ്ങയോട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊക്കെ പല പ്രാവശ്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, അതായത് നമുക്കും പോയി അവനോടുകൂടി മരിക്കാവുന്ന ഒരു കാലത്ത് കർത്താവിനോടുള്ള ഇൻറ്റിമസി പ്രഖ്യാപിച്ച ഒരാളാണ്, സ്നേഹം പ്രഖ്യാപിച്ച ആളാണ്. പക്ഷേ പലപ്പോഴും ദൈവം അദ്ദേഹത്തോട് കാണിക്കുന്നത് എന്താണ്? ഇൻഡിഫറൻസാണ്. ഇൻഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിവാക്കൽ. മനുഷ്യൻ സഹിക്കാത്തൊരു സാധനമാണ് ഈ ഒഴിവാക്കൽ എന്ന് പറയണത്. ഇപ്പം ചില ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും പുറത്തായാലും പഞ്ചായത്തിലായാലും വില്ലേജ് ഓഫീസിലായാലും എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു വില്ലേജ് ഓഫീസ് അല്ലെ പഞ്ചായത്ത്, നമ്മൾ നോക്കണത് എന്താണ്? എൻ്റെ പേരുണ്ടെന്നാണ് നോക്കണത്. ചിലപ്പോൾ കിട്ടണ 2 വാഴവിത്തായിരിക്കും, ഒരു കഥ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ കിട്ടണ 2 വാഴവിത്തായിരിക്കും കൃഷിഭവനിൽ നിന്ന് കിട്ടണത്. നമ്മൾ ചെന്ന് നോക്കണത് എന്താണ്? എൻ്റെ പേരുണ്ടാന്ന് നോക്കും. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷണം മാറും. എന്താണ് പ്രശ്നം? വാഴവിത്ത് കിട്ടാത്തതിലല്ല പ്രശ്നം, എന്നെ എന്ത് ഗ്രൗണ്ടിലാണ് അവോയ്ഡ് ചെയ്തതെന്നാണ്. ശരിയല്ലേ? നമുക്ക് ഈ വാഴവിത്ത് കിട്ടിയിട്ടില്ല, കഥയൊന്നുമില്ല. അതിനേക്കാൾ 10-50 വാഴവിത്ത് നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ട്. പക്ഷേ ഈ 2 വാഴവിത്ത് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? എന്ത് ഗ്രൗണ്ടിൽ എന്നെ അവോയ്ഡ് ചെയ്തു? അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പിന്നെ വാഴവിത്ത് കിട്ടിയിട്ട് മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കും. എൽസിക്ക് കിട്ടിയ, യശോദരക്ക് കിട്ടിയ എന്നൊക്കെ നോക്കും. അവൾക്ക് കിട്ടിയില്ല, അവൾക്ക് എൽസി കിട്ടിയില്ല, യശോദര കിട്ടിയില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്തത്? എന്തുകൊണ്ട് എന്നെ തഴഞ്ഞു? എന്തുകൊണ്ട് എന്നെ തഴഞ്ഞു? ഇതുപോലെ ദൈവത്തിന് മനുഷ്യൻ്റെ വരുന്ന ഒരു സംഭവമാണ് അവോയ്ഡ് ചെയ്യുക.
ഒഴിവാക്കിയാൽ തീർച്ചയായും